അത് സെയിം കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ ഡിസ്കസിങ് ഇൻ ദ സെയിം തിങ്. IPC5B, the organization takes action to prevent ventilator associated pneumonia. വലിയ ഡിഫറൻസ് ഒന്നുമില്ല നമ്മൾ എയിൽ ഡിസ്കസ് ചെയ്തതിലിരുന്ന്. സോ നമ്മളിത് വെന്റിലേറ്റർ ഒരു 48 മണിക്കൂറിൽ കൂടുതലൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ വാപ്പിനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് തന്നെയാണ് ഇവിടെയും പ്രധാന വിഷയം. കാരണം വെച്ചാൽ എയർവേ ആർട്ടിഫിഷ്യൽ ആകുമ്പോൾ സാധാരണ ഇതിൽ എയർവേ നമ്മുടെ ബോഡി കണ്ടീഷൻസിൽ കൂടെ പോകുമ്പോൾ നമ്മുടെ ബോഡിക്കൊരു വലിയ പ്രത്യേകതയുണ്ട്. ഇത്തരത്തിലുണ്ടാകുന്ന ബാക്ടീരിയാസിനെ ആ എയർവേ പാത്തിൽ തന്നെ നശിപ്പിച്ച് കളയാനുള്ള കഴിവ് ശരീരത്തിനുണ്ട്. എന്നാൽ ഇതൊരു ആർട്ടിഫിഷ്യൽ ഡിവൈസിൽ കൂടെ എയർവേ അസോസിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം വെച്ചാൽ അവിടെ ബാക്ടീരിയൽ കോളനൈസേഷൻ ഉണ്ടാകും. അതിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഈ മെറ്റീരിയൽസിന് പലപ്പോഴും പറ്റില്ല. ഓക്കെ, അവിടെ നമ്മൾ ആ ഒരു പ്രിവെൻഷൻ മെക്കാനിസം കൃത്യമായിട്ടും ഗൈഡഡ് ആയിട്ട് നമുക്കുണ്ടാവണം. അത്തരത്തിലുള്ള ബണ്ടിൽ ഓഫ് പ്രിവെൻഷൻ മെക്കാനിസംസ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് CDC, WHO, SHA ഗൈഡ് ലൈൻസിനെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാം. സെയിം കാര്യമാണ് ഇവിടെ പറയുന്നത്. ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ വളരെ ലോങ് ടൈം വെന്റിലേറ്റർ അസിസ്റ്റൻസ് വേണ്ടുന്ന പേഷ്യൻസിന് ഇത് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ വളരെ പ്രയാസമാണ്. എങ്കിലും പ്രിവെൻഷൻ മെക്കാനിസം ഉണ്ടെങ്കിൽ നമുക്കതിൻ്റെ സിവിയറിറ്റി കുറയ്ക്കാൻ പറ്റും. സോ IPC, ഇൻഫെക്ഷൻ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ, WHO ഗൈഡ് ലൈൻസ് ഉപയോഗിക്കാം, CDC ഗൈഡ് ലൈൻസ് ഉപയോഗിക്കാം. NABH നമുക്ക് കൃത്യമായിട്ടും ഈ 4 ഒബ്ജക്റ്റീവ് എലമെൻസിനും ഒരേ ഇൻ്റർപ്രിട്ടേഷനാണ് തന്നിരിക്കുന്നത്. നമുക്ക് ബേസിക് പ്രിൻസിപ്പിൾസ് ഉപയോഗിച്ചുകൊണ്ട് സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസും ട്രാൻസ്മിഷൻ ബേസ്ഡ് പ്രിക്കോഷൻസും ഉണ്ടാകണം. സോ സ്വാഭാവികമായിട്ടും ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ആണ് നമ്മളുടെ ഈ ഒരു വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയയ്ക്ക് കാരണമാകുന്നത്. അതിന് കൃത്യമായ പ്ലാൻ നമുക്കുണ്ടാകണം. IPC5B, the organization takes action to prevent ventilator associated pneumonia.